നമ്മുടെ ഈ ടൗണിലുള്ളവർ ഒരു 100 കിലോമീറ്റർ കൂടുതൽ യൂബർ ആരുമില്ല. 200 കിലോമീറ്റർ മറ്റുള്ള ചെറുപ്പക്കാർ പിള്ളേർ സെറ്റ് അവർക്ക് വീടും കുടുംബവും ഇല്ല. ഏതെങ്കിലും സമയത്ത് അവർക്ക് വീട്ടിൽ പോയാൽ മതി. അങ്ങനെയാണ് ഒരു ഓരോ ഓട്ടം കിട്ടി. ഇപ്പോൾ ആലപ്പുഴയ്ക്ക് പോയത്, ആലപ്പുഴ അവിടെയുള്ള ടാക്സിക്കാർ അവർ തിരുവനന്തപുരത്തിന് പോകുന്നു. തിരുവനന്തപുരത്തിന് ഏതെങ്കിലും കാലത്ത് കൊല്ലത്തിന് വരുന്നത്, പിന്നെ ഏതെങ്കിലും കാലത്ത് ഇവരുടെ വീട്ടിലോട്ടാണ് ചെല്ലുന്നത്. നമുക്ക് സന്ധ്യയാകുമ്പോൾ നമ്മുടെ വീട്ടിൽ ചെല്ലുന്നുണ്ട്. അതതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം. അതെന്നാ വർത്താനം ചേട്ടാ. അപ്പൊ ഈ ചെറുപ്പക്കാർക്ക് തന്തേന്നുള്ള അല്ലെങ്കിൽ വീട്ടിലാരും ഇല്ലെന്നാണോ നിങ്ങൾ ഈ പറഞ്ഞത്? അല്ലെങ്കിൽ അവർക്ക് വീടോ കുടുംബമോ ഒന്നും ഇല്ലെന്നാണോ പറഞ്ഞത്? ഒരുപാട് പേര് വീടും കുടുംബം ഉണ്ടായിട്ടും അവിടെ നിന്നെല്ലാം അവരെ വിട്ട്, അതായത് ജീവിക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാം വിട്ട് വേറെ ദേശത്ത് വന്ന് അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് വന്ന് ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ വീടും കുടുംബം ഇല്ലെന്നൊക്കെ പറഞ്ഞാൽ ഏത് തരത്തിലുള്ള മര്യാദയാണ്? എനിക്കത് എന്ത് വർത്താനാണ് പറയുന്നത്? അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം ഇപ്പൊ എറണാകുളത്തൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന്, ശരിയാണ്, 200 കിലോമീറ്റർ 500 കിലോമീറ്ററിനൊക്കെ ഒരുപാട് ദൂരെ നിന്ന് ആൾക്കാർ ഇവിടെ വന്ന് എറണാകുളം, കൊച്ചി അങ്ങനെയുള്ള വലിയ വലിയ സിറ്റീസിൽ വന്ന് അവർ ഊബർ ഓടിക്കുന്നുണ്ട്. അതിന്റെ കാരണം തന്നെ അവർക്കൊരു കുടുംബം എവിടെയും ഉണ്ട്. അതുകൊണ്ടാണ് അവർ ഇവിടെ വന്ന് ഇത്രയും ഈ കിലോമീറ്റർ എത്രത്തോളം ദൂരെ വന്നത് കഷ്ടപ്പെടുന്നത്. അപ്പൊ അതൊരുമാതിരി വില കുറച്ച് കാണുന്നത് വളരെ മോശപ്പെട്ട ഒരു കാര്യമല്ലേ? നിങ്ങൾക്ക് കുടുംബം ഉള്ള പോലെ, നിങ്ങൾക്ക് അപ്പനും അമ്മയും, നിങ്ങൾക്ക് ഭാര്യയും മക്കളൊക്കെ ഉള്ള പോലെ തന്നെ ഓരോരുത്തർക്കും അവരുടേതായ ആൾക്കാരും ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ കഷ്ടപ്പെടുന്നത്. അപ്പൊ അവരുടെ കഷ്ടപ്പാടിനെ ഒരുമാതിരി രീതിയിൽ കാണാൻ നോക്കല്ലേ. കാണുന്നത് നല്ലതല്ല.